ഇന്നത്തെ പണിക്ക് ഞാൻ പോയിട്ടില്ലായിരുന്നു. അന്നേരം വിനീഷും കുരുന്നനും കൂടി ഇന്ന് പണിക്ക് പോയത്. അവർ രണ്ടുപേരും കൂടി പോയിട്ട് അവർ പോയത് നമ്മുടെ തകഴി ഭാഗത്തോട്ടാണ്. തകഴി പടഹാരം അത് തകഴി റൂട്ട് തന്നെ. ആ ഭാഗത്തോട്ട് അവർ പോയിട്ട് അവർ രണ്ടും കൂടി വെച്ചിട്ട് ഇന്ന് കുറച്ച് കുറുവയുണ്ട്. കുറുവയുണ്ടെന്ന് എത്രയുണ്ട്? ചെറിയ വാളയൊക്കെ ഉണ്ട്. അപ്പം ഇന്ന് ഞാൻ പോകാഞ്ഞെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളെ കടയിൽ ഇച്ചിരി കോഴിവെട്ടുള്ളതുകൊണ്ടാണ് ഇന്ന് പോകാൻ. ഓർഡർ ഉള്ളതുകൊണ്ടാണ് പോകാൻ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് ഒരിടത്തിൻ്റെ അപ്പുറത്തൊരു പോളക്കൂട്ടമുണ്ട്. ആ പോളക്കൂട്ടത്തിൽ വെക്കാൻ പോകുന്നത് ഇന്ന് പ്രത്യേകിച്ച് 2 പേരേ ഉള്ളൂ. ആശാൻ വന്നിട്ടില്ല. ആശാൻ എന്ന് പരിപാടിയുണ്ട്. ആശാൻ അങ്ങോട്ട് പോയിരിക്കുന്നു. ആശാൻ്റെ മീൻപിടുത്തം ആദ്യമായിട്ടാണ് ഞങ്ങൾ. ഞാനും കുരുന്നിനും മാത്രമേ ഉള്ളൂ. പിന്നെ ചെറിയ കൂട്ടം ആശാനകത്തോണ്ട് ചെറിയ കൂട്ടം പിടിച്ചിരിക്കുന്നത്. വലിയ കൂട്ടം പിടിച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് താങ്ങത്തില്ല. മാക്സിമം ഞങ്ങൾ ഉച്ച കൊണ്ട് തീരാവുന്ന രീതിയിൽ ചെയ്യത്തുള്ളത്. ഇപ്പോൾ സമയം ഒരു 9 മണി ആയിട്ടുണ്ട്. 9:15 ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആശാനകത്തോണ്ട് ചെറിയ കൂട്ടം പിടിച്ചിരിക്കണം. ആശാനാണ് നേരത്തെ നമ്മൾ വെക്കാൻ വേണ്ടി വന്ന സ്ഥലമാണിത്. നേരത്തെ വെക്കാൻ വന്നിട്ട് അന്ന് വെക്കാൻ പറ്റില്ല. എന്തോ ഒരു സാഹചര്യം പറഞ്ഞിട്ട് അങ്ങ് പോകുമായിരുന്നു. അപ്പോൾ തകഴിക്ക് പോയി. അപ്പോൾ ഇന്നവിടെ വെച്ച് നോക്കട്ടെ എന്തെങ്കിലും കൊണ്ടുവന്നു. പടഹാരം പാലത്തിന് ഇപ്പുറത്താണ് വീട്. ആ പ്ലേസ് കേട്ടോ. ഈ പോളയ്ക്ക് ശകലേ പുറത്തോട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇവിടെ പൊക്കം കൂടാണ്. വെച്ച് നോക്കാം എന്ത് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. വെച്ച് നോക്കാം നമുക്ക്. പിന്നെ കുറച്ച് കമ്പും കാടൊക്കെ ഉണ്ട്. ഒരു കൈതക്കാടും കാണുന്നുണ്ട്. ദൂരോട്ട് മാറി വന്നപ്പോൾ തന്നെ വാഗയുടെ പാർക്കൊക്കെ ഉണ്ട് ഇവിടെ. അത് വെളിയിൽ പോയിട്ടില്ലേ. നല്ല കാറ്റുണ്ട് രാവിലെ. ഇറങ്ങി കാണിക്കും. കമ്പം കൊല്ലൊന്നും ഇല്ലല്ലോ. ആ കല്ലേ കൊള്ളിക്കണം കേട്ടോ. ആ കൊല്ലുമ്പത്ത് ഞങ്ങൾ ഈ വലയാകുമ്പോൾ ഒന്ന് കറക്കിയിട്ട് അടുത്ത വീഡിയോ ഇടാം കേട്ടോ. അടുത്ത ഭാഗം ഇടാം. ഈ 2 പേരുള്ളതുകൊണ്ട് വീഡിയോ എടുത്തു മറ്റേ വല കറക്കൊന്നും നടക്കത്തില്ല. ഒരാൾ വെള്ളം തൊഴിയണം. റിസ്ക്കാണ്. 2 പേര് 3 പേരുണ്ട് കുഴപ്പമില്ല. 2 പേരൊക്കെ ഇച്ചിരി പാടാണത്. ഞങ്ങൾ ചെയ്തിട്ട് പതുക്കെ കറക്കിയിട്ട് അടുത്ത വീഡിയോ ഇടാം. സൈഡ് മുട്ടറ്റം വെള്ളമുള്ളൂ. വീടിൻ്റെ കാലിന് മുട്ടറ്റം വെള്ളമുള്ളത്. ശകലം ഇങ്ങോട്ട് മാറിയാണ് ശകലം അയച്ചുള്ളത്. അവിടുത്തെ കാര്യം അങ്ങോട്ട് പോകുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. അവിടുത്തെ കാര്യം എങ്ങനെയാണ്. എന്തായാലും വെച്ച് നോക്കാം നമുക്ക്. വേണേ മുളക് കുത്തിയിട്ട് ഇവിടെ വലിയായിരിക്കാൻ വേണ്ടി മുളക് കുത്തിയിട്ടേ ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ചിട്ട് വലിയതില്ലേ മടൽ കിടപ്പുണ്ട്. ഇഷ്ടംപോലെ മടലും കമ്പും കിടപ്പുണ്ട്. ചിലപ്പോൾ ചെറുമീൻ കാണും. ആശാൻ പറഞ്ഞ ചെറുമീനും കാണുമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ വിട്ടിരിക്കുന്നത്. അന്ന് വെക്കാതെ പോയ സ്ഥലമാണിത്. ആശാൻ പറഞ്ഞ ചെറുമീൻ ഉറപ്പായിട്ടും കാണുമെന്ന് പറഞ്ഞത്. കൈതക്കാടുള്ളതുകൊണ്ട് അത് ചെറുമീൻ കൊമ്പ് ഉറപ്പായിട്ടും നിൽക്കും. ഒന്നൊറ്റയും കാണാൻ സാധ്യതയുണ്ട്. കമ്പും കോലും ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ടേ ചിലപ്പം കയറി നിൽക്കും. കമ്പും കോലും ഞാൻ കിട്ടിയിട്ടുണ്ട് ചെറുമീൻ. വല ഇറക്കിയിട്ടുണ്ട്. ഇവിടെ കുത്തിയാൽ മതി. ഓലയും കമ്പും കോലും കുറെ കിടപ്പുണ്ടോ കണ്ടോ. ഇത് വെള്ളം കിടപ്പുണ്ട്. വെള്ളത്തിൻ്റെ ഇപ്പുറം വഴി വേണം അതോട്ട് കയറ്റാനായിട്ട്. അപ്പോൾ നമ്മൾ വല ഫുള്ള് കുത്തി സൈഡൊക്കെ വഴിച്ചിട്ട് സെറ്റാണ്. ഇനി പോളാണ് നമുക്ക്. പോളാൻ പോവാണ്. ഇത്ര ഭാഗം തെളിച്ചിട്ടുണ്ട്. ഇനി ഫോണ് വെട്ടക്കുറവൊന്നും കേട്ടോ ചേട്ടാ. സുമേഷിൻ്റെ ഫോണല്ലാത്തതുകൊണ്ട് വെട്ടക്കുറവല്ല.
2-3 കരിമീൻ വെള്ളത്തിൽ കാലം മുട്ടായിരുന്നു. പിന്നെ 2-3 ചാടി പോയിട്ടുണ്ട്. ആ തെളിവിന് ഫസ്റ്റ് വല ഇട്ടപ്പോൾ തന്നെ 3 ചാടി പോയിട്ടുണ്ട്. കരിമീൻ വെള്ളത്തിലാണ്, വലുതൊന്നുമില്ല. പിന്നെ തൂളി കുറുവയും കണ്ട്. വലക്കകത്ത് എന്താണെന്ന് അറിയത്തില്ല, ഇനി ഒക്കേലും അറിയാൻ പറ്റത്തുള്ളൂ. ഇത് വലിയൊരു കമ്പ് വട്ടം കിടക്കും, വലിയ തടിയാണ്, വയസ്സ് തടിയാണത്. അതിനി എങ്ങനെയെങ്കിലും റിലീസ് ചെയ്യണത്. അതിന് വല റിലീസ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല, പൊക്കമായിട്ട് നടക്കത്തില്ല. അത് എങ്ങനെയെങ്കിലും ആ വല റിലീസ് ചെയ്യണം. അതിൻ്റെ തോന്നുന്നു അതിൽ ഈ പോള മാറ്റാൻ രക്ഷയില്ല. ഈ പോളയെ കുരം വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല കടകലുണ്ട്. കടകൽ കൊഴുപ്പയും ഇതെല്ലാം കൂടെ. കൊഴുപ്പച്ചീര എന്ന് പറഞ്ഞ സാധനം, കൊഴുപ്പച്ചീര തോരൻ വെക്കുന്നതാണ് സാധനം. നേരത്തെയൊക്കെ പറഞ്ഞ് തോരൻ വെക്കും, ഇപ്പോഴത്തെ കാലത്ത് ആരും ഉപയോഗിക്കില്ലെന്ന് തോന്നുന്നു അധികം. ഏതെല്ലാം അതും കൂടെ വെട്ടി തീരട്ടെ. നമ്മൾ എവിടെ വല വയ്ക്കുമ്പോൾ ശകലം ദൂരം വല വയ്ക്കിട്ട് ഇവിടെ നിന്ന് എത്രയും ദൂരം ഇത് ആ വല കിടക്കുന്ന അവിടെ നിന്ന് ഇവിടം വല ഇപ്പോൾ ഇത്രയും കുറവ് കിട്ടി. ഇത് 3-4 കുറവുണ്ട്. 3-4 കുറവുണ്ട്. പിന്നെ വേറെ തട്ടിയിട്ടില്ല കൈ ഇതുവരെ. ആ വലക്കകത്ത് കിടന്നതാണ്. ഇത്രയും താറ്റി പൊക്കിയപ്പോൾ കിട്ടിയതാണ് വലക്കകത്ത് 3-4 കുറവ്. ബാക്കി ഇത്രയും കിടക്കും അങ്ങോട്ട്. ഇനി ഏരിയ കാൽഭാഗം പോലും ആയിട്ടില്ല. 2 പേരുകൊണ്ട് താമസമാണ്. 3 പേരാണെങ്കിൽ ഇപ്പോൾ പകുതി മുക്കാൻ തീർന്നാലും. ചെറിയ കൂട്ടമാണെങ്കിലും കമ്പും കോലിലും വേളമാണ്, രക്ഷയില്ല. കമ്പ് പോട്ടെ, മോഡലോ ഇതൊക്കെ മോഡൽ മൊത്തം വരയ്ക്കും കരക്കയറ്റാനുള്ള. 3 പേരാണെങ്കിൽ ഇപ്പോൾ പകുതി ആയാലും. 2 പേരെ കൊണ്ട് ഇച്ചിരി പാടാണ്. നീ കണ്ട കുഴുന്നിട്ട് ഇരിപ്പുണ്ട്, ക്ഷീണിച്ചിപ്പോൾ തന്നെ. ഇനി ബാക്കി ഇവിടെ നോക്കട്ടെ, ബാക്കിയുള്ള എന്താണ് പതുക്കെ ചെയ്യാം. എൻ്റെ അമ്മ പണിപ്പെട്ട പണി. ഇത് കമ്പും കോലിൻ്റെ ബഹളമാണ്. കൂടുതലും ഒരാൾ തേങ്ങ ഇട്ടിട്ടുണ്ട് ഇതിനകത്തുനിന്ന്. അത് ബോണസായിട്ട് കൂട്ടി ഞങ്ങൾ 4-5 തേങ്ങ എടുത്തായി. ആരും നോക്കാണെന്നില്ലെന്ന് തോന്നുന്നു ഇവിടെ. അത് ഞങ്ങളുടെ ബോണസ്. എന്തുവെള്ളം വെള്ളത്തിൽ കരിയമ്പളത്തിൽ ചാടുന്നുണ്ട്. എന്തായി തീരും ഒരു കമ്പും കോലും രക്ഷയില്ലാത്ത കമ്പും കോലും ആയിപ്പോയി. നല്ല കിടപ്പുണ്ടല്ലേ. ഇപ്പോൾ കാണിച്ചു തന്നു, കുറേ ഇപ്പോൾ കാണിച്ചു. സൈസ് കുറവേ ഉള്ളത്. കലം എടുക്കാം. കണ്ട 5-ാമത്തെ കുറവ് ഇത്. അതിനകത്ത് ഇങ്ങനെ കിട്ടുന്നത്. സൈസ് കുറവേ. വെയിറ്റ് കുരനെ കുറുവേ പിടിച്ചിട്ടുണ്ട്. ചെറിയ കുറുവ അത് മറ്റേക്ക് ഞാൻ വരാണ്ട്. ഇതിലേക്ക് വരാൻ വെച്ചാൽ റിസ്ക്കാണ്. ഞാൻ വരാൻ പറഞ്ഞ വലയ്ക്ക്. ഏറെക്കുറെ ഈ ചവറൊക്കെ വാരി കഴിഞ്ഞ് ഇനി ഇത് വല അടുപ്പിക്കാൻ പോവാണ്. ഇതുവരെ ഇപ്പോൾ ഒരു വാളത്താരി അങ്ങോട്ട് ചാടിപ്പോയിരുന്നു. ചെറിയ ആ വല പൊങ്ങി കിടക്കുക സൈക്കിൾ ചട്ടി ചാട്ടാൻ അങ്ങോട്ട്. ഞാൻ മൂലക്കൂടെ ആടിയത് ചെറുതാണോ. പിന്നെ ഒരു മഞ്ഞക്കൂരി, കുറച്ച് തുറുവ, അതെല്ലാം വേറെ കിട്ടിയിട്ടില്ല. അപ്പം നമ്മുടെ വല മൊത്തം പൊക്കി കഴിഞ്ഞു കേട്ടോ. ഇങ്ങനെ അറ്റം തൊട്ടിങ്ങനെ അറ്റം വരെ ഫുള്ള് പൊക്കി കവർ ചെയ്തിട്ടേക്കാണ്. ഇനി വെള്ളം എടുത്തെന്ന് പറഞ്ഞു. അപ്പോൾ വെള്ളത്തിലേക്ക് സൈഡിൽ നിന്ന് വേണം കാറ്റി കയറ്റാനായിട്ട്. പക്ഷെ അതിനും കുറച്ച് റിസ്ക് പണിയുണ്ട്. ആ കമ്പും കാട്ടി കിടക്കുന്ന നമ്മുടെ പഴയ വല മൊത്തം അത് ഞാൻ ഔട്ട് സൈഡിലാക്കണം. മൊത്തം വെളിയിലാക്കിയിട്ടേ പണി നടക്കത്തുള്ളൂ, അല്ല ഒന്നും നടക്കത്തില്ല. കൂടുതലും വരേണ്ടി വരും കൂടുന്ന. അപ്പം പോളല്ലോ തുടങ്ങട്ടെ. ഞങ്ങളിനി റെസ്റ്റ് എടുക്കാനും സമയമില്ല, 2 പേരോടെ തീരത്തില്ല. അതുകൊണ്ട് പോളല്ലോ തുടങ്ങട്ടെ. തുടങ്ങുമ്പോൾ തന്നെ വന്ന് ചാടി കാണിച്ചിട്ടുണ്ട്. വാളത്താറ്റ് ചാടുന്നുണ്ട. അയക്കാം. മഞ്ഞക്കൂരി ശരിയുണ്ട്. വെള്ളത്തിൻ്റെ ചാവല കിടന്നു. ശരി ഇട്ടേക്ക്.
ഫസ്റ്റ് മുറി ആയതുകൊണ്ടാണ് അങ്ങോട്ട് നീ കാണും തോന്നുന്നു. ചവറ മൊത്തം ഞാൻ രണ്ട് കരിയുമ്പോഴത്തെ കേട്ടോ. രണ്ടോ മൂന്ന് കരിയുമ്പോഴത്തെ മൂന്ന് കരിയുമ്പോഴത്തെ ഉണ്ട് ഫസ്റ്റ് മുറിക്ക്. രണ്ട് കുറുവയും. ഇപ്പം അടുത്ത മുറി വയ്ക്കട്ടെ കേട്ടോ. ഫസ്റ്റ് പാർട്ട് തന്നെ കേട്ടോ, സെക്കൻഡ് മുറിയല്ല, ഫസ്റ്റ് പാർട്ട് തന്നെ. ചവറിലുകൊണ്ട് ഇങ്ങനെ വെക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൻ്റെ സെക്കൻഡ് മുറി. ചവറുണ്ടോ? വെള്ളം പോട്ടെ. ഇതിനകത്തുണ്ട് കരിയുമ്പോഴത്തെ കെട്ടിയിടിക്കല്ലേ. വലിയ മീനൊന്നും ഇല്ല, കരിമീൻ മാത്രമേ ഉണ്ട്. പറയാം, കരിമീനും അതേപോലെ തന്നെ കുറവേ ഉള്ളു. ആവശ്യം മാറ്റോ. എന്നാലും മൂന്നാമത്തൊരു കുഴപ്പമില്ലായിരുന്നു, നല്ല മുറിയായിരുന്നു. പക്ഷെ ആ വലയ്ക്ക് കുറേ ഊട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കയറ്റി ഒഴിക്കാൻ ഒരു വാള പകുതിക്ക് വരുന്നു. എന്ത് പകുതി കിട്ടിയ വാള. അത് കഴിഞ്ഞ് കുരുന്നം പൊക്കി വഴി അതിനകത്ത് കൂട്ടി പോയി കുറേ ആടിപ്പോയി. അപ്പോൾ എന്തോരം പോയിട്ടുണ്ടെന്നോ അറിയാൻ പറ്റത്തില്ല. അതിനകത്ത് വലിയ തുളയായിരുന്നു. പോയി കാണുന്നു, കൂടുതലും പോയി കാണുക വഴി പോകാൻ സാധ്യതയുണ്ട്. രണ്ട് വലിയ തുളയായിരുന്നു. ഞാൻ ഇത് മീൻ നിർത്തില്ല. എനിക്ക് ആ പാരിസരത്തൊക്കെ ഊട്ട ചാടി വഴി രണ്ടാമത്തെ മുറി തുടങ്ങും കേട്ടോ പൊക്കാനായിട്ട്. നോക്കാം എന്തുണ്ടെന്ന്. ഇത് രണ്ടാമത്തെ മുറിയിൽ സ്റ്റാർട്ടിങ് ആണത്. ഒരു വെറൈറ്റി എന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞു മാത്രമേ ഉള്ളൂ. ഞാൻ കുഞ്ഞു കുഞ്ഞായിട്ട് കാണിച്ചു തരുന്നു. കുഞ്ഞു കുഞ്ഞു കണ്ട പളുങ്കന എൻ്റെ ഒരു കാലൊടിഞ്ഞു പോയി. ചെറുണ്ട കുഞ്ഞു കുഞ്ഞു തീരെ ചെറുതായത്. ഇത് രണ്ട് കുറവുണ്ട് ഇതിനകത്ത്, വേറൊന്നുമില്ല. ഒരു കൊഞ്ചും കുഞ്ഞും ഉണ്ടായിരുന്നു ഫസ്റ്റ് വാറിൽ. എൻ്റെ കയ്യിലൊന്നുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. രണ്ടാമത്തെ മുറി രണ്ടാമത്തെ അടുത്ത ഭാഗമാണ്. ഇന്ന് നോക്കാം. അത് കുറുവ അടപ്പുണ്ട്, കുറുവ. കുഞ്ഞെന്ന് വെച്ചാൽ അത്ര കുഞ്ഞല്ല. ഓക്കെ, മീഡിയം ടൈപ്പ്. ഇതിലൊരു 1 2 3 5 കുറവുണ്ട്. 2 കരിയമ്പളത്തി 3 കരിയമ്പളത്തി ഉണ്ട്.
ഇപ്പോൾ 2 മുറി കഴിഞ്ഞു, 2 മുറിയിലാണ് തന്നെ എത്തിക്കുന്നത്. അപ്പം അടുത്ത മുറിയിലേക്ക് അടുത്ത ഇനി മുറിക്കണമെങ്കിൽ പോള വേണം കുറച്ച്, ഇത്രയും കൂടി വരുള്ളൂ. ഇനി ഈ മുറി കൂടെ മുറിച്ചിട്ട് അതിൻ്റെ പോള വരട്ടെ. ആ മീൻ എടുത്തിട്ട് കേട്ടോ, ഈ മീനെ പുല്ലിക്കിടാം. ഇനി അടുത്ത പോള വരട്ടെ. ഇനിയുണ്ട്, കുറുവയുണ്ട്, കരിയമ്പുള്ളത്തി കളഞ്ഞ ചെറുതിനെയൊക്കെ വിട്ടേക്ക്. തട്ടി വീഴുന്ന ഇപ്പോഴേ മൂന്നാമത്തൊരു കംപ്ലീറ്റ് ആയി. മൂന്നാമത്തൊരു കംപ്ലീറ്റ് ഒറ്റ ടിപ്പിനെ എടുത്ത് വെച്ച്. കുറുവ കിടപ്പുണ്ട്, കുറുവയുണ്ട്, കരിമീനുണ്ട്, ഒരു നാടൻ മുരാലുണ്ട്, പിന്നെ 2-3 കൊഞ്ചും കിടപ്പുണ്ട്. ചോറിനകത്ത് കിടക്കുന്നത് ഓക്കെ. ഒരു 4 കുറുവയുണ്ട്, ഒരു കരിമീനുണ്ട്, വലിയ കരിമീനായിട്ടോ, വലിപ്പമുള്ള കരിമീനുള്ളൂ. ചവർ കരിമീനുണ്ട്, കരിയുമ്പോഴത്തേക്കുണ്ട്. തൂളി എവിടെ പോയി നടക്കില്ല ഇത്. തൂളി എങ്ങോട്ട് പോയി അറിയത്തില്ലല്ലോ. ഇതുകൊണ്ടാ ഒരു വാള കരിമീൻ മറ്റേ മുഴുത്താരും ഉണ്ടല്ലോ 2-3. ഇതിൽ കിടക്കുന്നുണ്ട് കാൽച്ചോട്ടിൽ. ആറ്റമ്പല് ഇത് കരിമീന, കുറുവ, കുറുവയാണ് കൂടുതൽ. ഫോൺ മൊത്തം കുളമൊക്കെ തോന്നും. കൊഞ്ച് മാത്രം എടുത്തിട്ടോ? കൊഞ്ചണ്ട നീ കൈക്ക് പിടിച്ചു. വീഡിയോ പിടിക്കണം അത്യാവശ്യം. ടോട്ടൽ 3 കൊഞ്ച് കാണണം, ചെറുതാ. ഈ പുറയിലുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഒരു പോള വാരി കഴിഞ്ഞ്. ചെറിയ ചെറിയ പോളുണ്ട്, അത് വെള്ളത്തിൽ കളിച്ചില്ല, കുഴപ്പമില്ല. വീട്ടിൽ എന്തുണ്ടെന്ന് നോക്കാം നമുക്ക്. എല്ലൊഴിഞ്ഞ് 2 പേരായിട്ട് എല്ലൊഴിഞ്ഞിരിക്കുകയാണ്. അവനും കൊണ്ട് നേരത്തെ കയറിപ്പോവായിരുന്നു. അവൻ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നുണ്ട് ഇപ്പോൾ. ആശാനില്ലാത്തതിൻ്റെ കുറവുണ്ട് ഇവിടെ. എന്തായാലും ലാസ്റ്റ് മുറിയാണ്. ഈ മുറിയിൽ കാണണം, മീൻ എന്തെങ്കിലും കാണിച്ചാൽ ഊട്ടാവുന്നതോടെ ഞങ്ങളുടെ മനസ്സ് മടുത്തു പോയി. 2 ഊട്ടമുണ്ട്, അവിടെ ഞങ്ങളുടെ മനസ്സൊരുമാതിരി കഴിഞ്ഞു. ഉള്ള 2 ചെറുമീൻ കണ്ട ചെറുമീൻ കാണുമെന്നറിയില്ല. വലിയ ഊട്ടമായിരുന്നു. എങ്ങനെ പോകാൻ സാധ്യത ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. പക്ഷെ വലക്കത്തൊന്നും അറിയുന്നുമില്ലോ. ഓക്കെ, വലയിട്ട് വലക്കത്തൊന്നും അറിയുന്നുമില്ല. എന്തായാലും നമുക്കൊന്ന് പൊക്കി നോക്കാം. അതെ, ലാസ്റ്റ് മുറിക്കത് കിട്ടിയതാ. ലാസ്റ്റ് മുറിക്ക് നോക്കിയേ, കുറുവയുണ്ട്,
ഇത് കരിമീനുണ്ട്, പിന്നെ വലിയ വലിയ മുഴുത്ത കരിമീൻ. നോക്കി, ബാക്ക് ക്യാമറ കംപ്ലൈൻ്റ് ആയി, വെള്ളം കയറി കുളമായിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് ക്യാമറ കുഴപ്പമില്ല. ഈ ആറ്റിയമ്പല്ലി കരിമീൻ വലുപ്പം കാണിച്ചതാ. സൈസ് കരിമീനാണ്, എന്താ സൈസ് കരിമീനാണ്. പിന്നെ കുറുവയുടെ ഒക്കെ വലുപ്പമാണ്, ചെറിയ വലുപ്പമാണ്. വലിയ കുറുവ, ഈ ആറ്റിയമ്പല്ലി ഈ ഫ്രണ്ട് ക്യാമറ വെട്ടത്തില്ല, ബാക്ക് ക്യാമറ വെട്ടത്തില്ല. നിങ്ങൾ ചവറൊക്കെ ഒന്ന് വാരിട്ടെ, മീൻ മാത്രം കാണിക്കും ലാസ്റ്റ്. കൂടുതൽ ക്ഷീണിച്ച് വയ്യ, ആവശ്യമായി. ഫുഡ് പോലും കൊണ്ടുവന്നില്ലായിരുന്നു. ഇപ്പോൾ സമയം ഒരു 3:30 കാണും വൈകുന്നേരം. ഫുഡ് കഴിച്ചു, വെള്ളം കുടിച്ച് നിൽക്കും ഇങ്ങനെ. ഫുഡ് കഴിക്കാൻ പോയിക്കഴിഞ്ഞാൽ അതിന് 1 മണിക്കൂർ റെസ്റ്റും വേണം, പണി നടക്കത്തില്ല. എന്തായാലും ഈ ചവറൊക്കെ വാരിട്ടെ, നമുക്ക് മീൻ മാത്രം കാണിച്ചല്ലോ. മീനെ ഞാൻ കാണിച്ചു തരാം. ഒരു വീഡിയോയിൽ എന്തും വേണ്ടിയാണ് കാണിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്കൊന്ന് നോക്കാം ഇതിനകത്ത് എന്തുണ്ട്. വീഡിയോ മീനൊക്കെ ഉണ്ടായിരുന്നല്ലോ, അത് തുറന്നു. എന്ത് വാളച്ചാത്തിയും കരിമീനും എല്ലാം ഉണ്ടല്ലേ. ഇത് ഇന്നുള്ള മീനാണ് ഇത്. അപ്പം ഞങ്ങളുടെ വീഡിയോ അതിൻ്റെ വിനീഷിൻ്റെ മകളും അച്ഛനും ഒക്കെ ഇവിടെ നിൽപ്പുണ്ട്. വിനീഷിൻ്റെ മോളെ ഇപ്പം നമ്മൾ വള്ളം കിട്ടുന്ന വിനീഷിൻ്റെ വീടിൻ്റെ സൈഡിലാണ്. നമ്മുടെ ഈ തോട് തെളിഞ്ഞ് കിടക്കൊണ്ട് ഇവിടെ നമുക്ക് സുഖമായിട്ട് വള്ളം കയറ്റാം. അപ്പം നമ്മുടെ വീഡിയോ ഇത് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. ഇതുണ്ട് നമ്മുടെ ഇന്ന് ഫുള്ള് കിട്ടിയ മീനാണ് കേട്ടോ. ഇതിനകത്തുണ്ട്, ഇതുണ്ട്. കുഴപ്പമില്ല, നല്ല കുറുവയെന്ന് പറഞ്ഞാൽ നല്ല സൈസ് കുറുവ. ഈ കുറുവയൊക്കെ 200 രൂപ പ്രകാരം സുഖമായിട്ട് കൊടുക്കാൻ പറ്റിയ കുറുവയാണ്. നല്ല വലിയ കുറുവയാണ്. ഇപ്പം അതിനകത്തും കുറച്ച് കിടപ്പുണ്ട്, പിന്നെ വള്ളത്തിലും കുറച്ച് കിടപ്പുണ്ട്. നല്ല സൈസ് കുറുവയാണ് കിടക്കുന്നത്.